എന്താ കണ്ടില്ലേ? മൂത്ത മരുമ വന്ന് ഭരണം ഏറ്റെടുത്തു. ഞാൻ അപ്പോഴേ പറഞ്ഞതാ എല്ലാരും വരുന്നതിന് മുമ്പേ നമുക്ക് ഇനി എത്തണമെന്ന്. ഓ അത് പിന്നെ എങ്ങനെയാ? ഈ മനുഷ്യന്റെ ഹോമിയോപ്പതി ചികിത്സ കഴിഞ്ഞിട്ട് വേണ്ട സമയം. അതിനിപ്പോ എന്താ ഉണ്ടായേ? നീ ചെന്ന് തുടങ്ങിക്കോ ഭരണം. പിന്നെ ഈ അച്ഛനും അമ്മ എപ്പോ നോക്കിയാലും വഴക്കാം. ഇറങ്ങിയാൻ ഗേറ്റൊന്ന് തുറക്ക്. ഇറങ്ങിയ പെട്ടി അങ്ങോട്ട് എടുത്ത് വയ്ക്കും. അമ്മേ അമ്മേ, എത്ര നാളായി വരണം വരണമെന്ന് വിചാരിച്ചിട്ട് ഇന്നാ സാധിച്ചത്. കത്ത് കിട്ടിയപ്പോ എന്റെ കണ്ണ് രണ്ടും നിറഞ്ഞുപോയി. മറ്റുള്ളവർ വന്ന് കിടക്കുന്നാലും എനിക്കൊന്ന് കിടക്കാൻ പറ്റുമോ? ഇങ്ങോട്ട് എടുത്തു ഏടി. അമ്മേ സുമതിക്കുട്ടിയെ വിളി ഇച്ചിരി ഒച്ചത്തിലായിക്കോട്ടെ. അമ്മായി അമ്പലത്തിൽ പോയിരിക്കുക. അല്ല, ഇതാര് ചേട്ടനോ? ഇപ്പൊ വരുന്ന വഴിയാണോ? നിങ്ങൾ ഇപ്പൊ ഇങ്ങോട്ട് വരുമ്പോ നെടുന്തൂട് പോലെ ഞാനൊരുത്തിന് ഇവിടെ നിൽക്കുന്നത് നിങ്ങൾ ആരും കണ്ടില്ലല്ലേ? അയ്യോ, ഞാൻ കണ്ടില്ല. നിങ്ങൾ കണ്ടായിരുന്നോ? അല്ല, ചേട്ടൻ ഒറ്റയ്ക്ക് പോന്നല്ലോ. അതിപ്പോ എങ്ങനാ? നല്ലൊരു ഓണായിട്ട് ചേച്ചി മോളും വീട്ടിൽ വേണ്ടേ? അല്ലേ ഏട്ടാ? അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചെന്റെ പൊന്നനീത്തി. എന്നെ കൂട്ടാതെ ചേട്ടൻ ഒറ്റയ്ക്ക് വരാൻ ധൈര്യം ഉണ്ടാവോ? അയ്യോ, ചേച്ചി ആകെ ക്ഷണിച്ചു പോയല്ലോ. രാധിക എവിടെ? വന്നില്ലായിരിക്കും. അമ്മയോട് അമ്പലത്തിൽ പോയിരിക്കുക. ഓ, വന്നു കേറി ഉടനെ മുത്തശ്ശിയെ മണി അടിച്ചു. സുമതിക്കുട്ടിയും ഡോക്ടറും വന്നിട്ടുണ്ട്. എന്നിട്ട് എവിടെ? ഹേമമോളോ മിടുക്കിയായിട്ട് പഠിക്കുന്നുണ്ടല്ലോ. അച്ഛനെ പോലെ നീ ഹോമിയോ ഡോക്ടർ ആവണം. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണം. ഇത് പറഞ്ഞാൽ സുമതിക്കുട്ടിക്ക് മനസ്സിലാവണ്ടേ? അമ്മായിക്ക് പ്രഷറിന് ഞാൻ നല്ലൊരു ഹോമിയോപ്പതി മരുന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ടൈമിളെ, എനിക്ക് പ്രഷർ ഉണ്ടെന്ന് ആരാ പറഞ്ഞത്? അല്ല, ഉണ്ടായാലോ എന്ന് കരുതി കൊണ്ടുവന്നതാ. നിങ്ങളുടെ ഹോമിയോപ്പതി ഒന്നും എന്റെ അമ്മയ്ക്ക് ആവശ്യമില്ല, അല്ലേ അമ്മേ? കൊച്ചേഷണം വരില്ലേ അമ്മേ? ഈ ചോദ്യം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ദിവസം 10 പ്രാവശ്യം വീതം ഞാനിവിടെ കേട്ടോണ്ടിരിക്കുക. കൊച്ചേഷണം വരുമോ, കൊച്ചേഷണം വരുമോ എന്ന്. വരണോന്ന് ഞാൻ തറപ്പ് ചെയ്തിട്ടുണ്ട്. വരുവോ ആവോ. ഇത്തവണയെങ്കിലും അവന്റെ വിവാഹത്തെ കുറിച്ചൊരു തീരുമാനം എടുക്കാമെന്ന് ഞാൻ കരുതിയിരിക്കുക. എല്ലാ മക്കൾക്കും കൂടി ആന്തരികമായിട്ടൊന്നല്ലേ ഉള്ളൂ. മരിക്കുന്നതിന് മുൻപ് ഒന്ന് നടന്നു കാണണമെന്നൊരാഗ്രഹമുണ്ട്. വന്ന കാലം നിൽക്കാണ്ട് കുളിച്ചു വന്നോളൂ. എല്ലാവരുടെ പേരിലും പുഷ്പാഞ്ജലി നടത്തിയിട്ടുണ്ട്. വേണട്ടാ, കുട്ടികളൊക്കെ വന്നല്ലേ, ആ വടക്ക് വശത്തെ നാട്ടുമാവയിൽ ഒരു ഊഞ്ഞാലിടണം. ഇനിയിപ്പോ കഴ വെട്ടി മാവേ കയറി കയറ് വെട്ടി വീണ് പണ്ടാറടങ്ങി ഊഞ്ഞാല് കെട്ടിക്കഴിഞ്ഞു എന്ന് പറയുമായിരുന്നു. എന്താ നീ അവിടെ ചെയ്യണേ? എനിക്ക് ഭയങ്കര വേദന. ഈയിടെ കുറച്ച് കൂടുതലാ. നമുക്ക് നമ്മുടെ മോളെ എന്നെ പോലെ നല്ലൊരു ഹോമിയോ ഡോക്ടറെ കൊണ്ട് കിട്ടില്ല. നമ്മുടെ ആശുപത്രിയിൽ നടന്നു പോകും. നന്നായിരിക്കും. എന്റെ മോക്ക് ഹോമിയോ യുനാനി ഒന്നും വേണ്ട. എന്നെ കൂടെ പ്രാരാബ്ധക്കുറിപ്പായിരുന്നു. ഇനിയിപ്പോ ദാരിദ്ര്യം പറഞ്ഞേ നക്കിത്തരം കാണിച്ച. നീ എന്താ വിളിച്ചിരിക്കുന്നത്? ആ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തിറക്കി വെക്ക്. ഇറങ്ങുമോളെ. പെട്ടെന്ന് പാറു. മറ്റേ ചെറിയ കുട്ടിയോടെ ഇവിടെ ഉണ്ടല്ലോ. അതെടുത്ത് വെച്ചില്ലേ? എടുത്തു വെച്ചെന്നാ. ഇതാ ഒരു കാര്യം പറഞ്ഞു. എല്ലാം എടുത്തു വെച്ചല്ലോ. അതാ അതല്ല എന്റെ പേഴ്സും കൊണ്ടെടുക്കാൻ. പേഴ്സ് നിങ്ങളുടെ കയ്യിലല്ലേ? അത് ഞാൻ അങ്ങോട്ട് തന്നെ തന്നു. വീട്ടിൽ വെച്ച് നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരുന്നേ. അപ്പൊ പിന്നെ അതെങ്ങോട്ട് പോയി? കോറ്റിയോട്ടില് കാപ്പ് കുടിക്കാൻ കയറിയപ്പോഴേ അവിടെ കാണാൻ വെച്ച് മറന്നോ? ഓ, ഇങ്ങനെ ശ്രദ്ധയില്ലാത്ത ഒരു മനുഷ്യനെ ശ്രദ്ധിക്കാനാ? നിന്റെ മോളുടെ തീറ്റ അങ്ങനത്തെ അല്ലേ? എടി തീറ്റ പണ്ടാരം. ഇനി ഇതിൽ വിഴിഞ്ഞ കൂട്ടത്തിൽ പേഴ്സും കൂടെ എടുത്ത് വിഴിഞ്ഞോ? ഞാനോ? അയ്യോ ഇല്ല. പിന്നെ നിന്റെ അമ്മ വിഴിഞ്ഞു. പിന്നെ അമ്മ പേഴ്സാ അടിയിലേക്ക് നോക്ക്. ഇവിടെ ഒന്നും ഇല്ലെന്ന്. മുഴുവൻ അതിലായിരുന്നു. ഞാൻ പേഴ്സ് പോട്ടെ. നിന്റെ രൂപ കൊണ്ട് എടുത്ത്. എന്റെ രൂപയൊന്നും ഇല്ല. ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ ബസ്സിൽ വരാന്ന്. അതല്ലേ ടാക്സിയിൽ വന്നത്. എന്നാ കൊടുത്തോ. കൊടുക്കണം പറഞ്ഞാൽ ഞാൻ എവിടെ എടുത്ത് കൊടുക്കാനാ? എന്നാ വേണ്ട. എനിക്ക് നിൽക്കാൻ നേരമില്ല. കാശിക്കാ സാറേ. ഒന്ന് പിറക്കാതെ നിൽക്കണോ? ഒന്ന് വെറുതെ ഇരിക്കേ. അമ്മയുടെ രൂപയില്ല ഇരിപ്പുണ്ടോ? പേഴ്സ് ഈ പെട്ടിക്കകത്തെങ്ങാനും കാണും. പിന്നെ അങ്ങ് എടുത്തു തരാം. വന്നിറങ്ങിയ പാടെ എന്റെ നാണം കിടത്തില്ല. ഞാൻ എന്റെ അമ്മയോടല്ലേ ചോദിച്ചത്. വേണ്ട കുറുപ്പേ, അഭ്യാസം ഒന്നും വേണ്ട.
ഞാനിത് ഇന്നും ഇന്നലൊന്നും കാണാൻ തുടങ്ങിയതല്ലോ. വേണക്കുട്ടാ, ആ ടാക്സിക്കാരൻ എന്താന്ന് വെച്ചാ കൊടുത്തേക്ക്. ഓ ഇനി ഇപ്പൊ പേഴ്സ് പോയില്ലാന്ന് വെച്ചു, എന്നാലും അമ്മായി എന്നെ കൊടുക്കും അല്ലേ പാറു? അത് പിന്നെ ഇല്ലാണ്ടിരിക്കുവോ? ഒന്നുമില്ലെങ്കിൽ രണ്ടാമത്തെ മോളാവുമ്പോ അല്പം സ്നേഹം കൂടും. അതിനിപ്പോ ആരും അസൂയപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. സുഖം തന്നെയല്ലേ അമ്മേ? പുതിയതാണോ അമ്മ ഈ വള? നന്നായിരിക്കുന്നു. നിങ്ങളൊക്കെ ഇന്നലെ എത്തിയോ? ഓ, എല്ലാ അവളുമാരും എത്തിയല്ലോ. കാർത്തികേ, നീ വേണം മുത്തശ്ശിയുടെ പുന്നാര മോളാവാൻ. അങ്ങോട്ട് കൊണ്ട് കൊടുക്കടി. നിനക്കെന്തത്ര നാണം? അമ്മയ്ക്ക് ഞാൻ ഹോർലിക്സ്, ബിസ്ക്കറ്റ്, ഓറഞ്ച് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ചവനപ്രാശം മുത്തശ്ശിക്കെന്നും പറഞ്ഞ് പ്രത്യേകം വാങ്ങിയതാ. അങ്ങോട്ട് കൊടുത്തൂടെ? എന്തിനാ ഇതൊക്കെ പാറക്കുട്ടിയെ? എനിക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും അമ്മയ്ക്ക് എന്തെങ്കിലും കൊണ്ടുവരാതിരിക്കാൻ എന്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. സത്യം പറഞ്ഞ കത്ത് കിട്ടിയപ്പോ സങ്കടം വന്നു. തിരുവോണം മാത്രമല്ലല്ലോ, അമ്മയുടെ പിറന്നാളും കൂടെ അല്ലേ. കയ്യിലാണ് കാശില്ല. എന്താ ഇത്ര ബുദ്ധിമുട്ട്? കുറുപ്പിപ്പൊ സൂപ്രണ്ടായില്ലേ? അത് കൂടാതെ നിനക്കും ഇല്ലേ 12,000 രൂപ? ഓ, അതൊന്നും പറയണ്ട എന്റെ അമ്മേ. ചെലവിന്റെ പുറത്ത് ചെലവാ. ഈ പെണ്ണിനെ കൊണ്ടുവരണ്ടെന്ന് കരുതിയതാ. പിന്നെ നമ്മുടെ കൊച്ചുവിഷം വരുന്ന സ്ഥിതിക്ക് എങ്ങനെ കൊണ്ടുവരാണ്ടിരിക്കുക? എന്റെ മോളെ കാണുമ്പോ എല്ലാരും അവളോട് പറയുന്നു പോലും നിന്റെ മുത്തശ്ശിയെ വരച്ചു വെച്ചിരിക്കുകയാണെന്ന്. അതൊക്കെ ആൾക്കാർ വെറുതെ പറയല്ലേ. ആര് കണ്ടാലും പറയും അവള് നിന്റെ തനിപ്പകർപ്പാണെന്ന്. എന്റെ പോലും അല്ല. കീഴാറ്റുമടം പോറ്റി എന്ന് കേട്ടിട്ടുണ്ടോ? മഹാമാന്ത്രികനാ. അദ്ദേഹത്തെ കൊണ്ട് അമ്മായിക്ക് ഞാനൊരു ദേഹരക്ഷയിൽ വാങ്ങിച്ചു. എന്തോന്നാ കുറുപ്പേ, ഈ സമ്പ്രദായമൊക്കെ നിർത്താറായില്ലേ? അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കമ്മേ. ഇതിനാ ഈ മനുഷ്യൻ കാശ് കളയുന്ന മുഴുവനും. അമ്മയെ ഉടുപ്പെന്ന് ഊരാൻ പറയൂ. കയ്യിലും കഴുത്തിലും എന്തൊക്കെയാ കെട്ടി തൂക്കിയിരിക്കുന്ന നോക്കൂ. അരിയിലും ഉണ്ട് ഒരു 5-6 എണ്ണം പറയാതെ എന്റെ പാറു. ഇതൊക്കെ ഒരു ദേഹരക്ഷയ്ക്കല്ലേ അമ്മായി? നിങ്ങളുടെ ഈ രക്ഷയെടുത്ത് കാരണം എനിക്ക് മക്കൾക്കും രക്ഷയില്ലാണ്ടായി. നിന്റെ രക്ഷയ്ക്ക് ഞാനില്ലേ പാറു? വരാം എന്ന് എല്ലാ കത്തിലും പറയുന്നതല്ലാതെ ഒരിക്കലും വരലുണ്ടാവില്ല. എനിക്കറിയില്ലേ നിന്നെ. അതെങ്ങനെയാ ഒരു ദിവസം ഹോസ്പിറ്റലിൽ പോകാതിരുന്ന ആകാശം ഇടിഞ്ഞു വീഴില്ലേ? ഇതിപ്പോ അമ്മ തന്നെ നേരിട്ട് എഴുതിയപ്പോ വരാണ്ടിരിക്കാൻ പറ്റൂ? പ്രത്യേകിച്ച് കൊച്ചേഷം വരുന്നതല്ലേ. അമ്മയുടെ മനസ്സിൽ എന്തൊക്കെയോ തീരുമാനങ്ങളുണ്ട്. അതുകൊണ്ടാ എന്നെ പ്രത്യേകം കൊണ്ടുവരണമെന്ന് പറഞ്ഞത്. എടി സുമതി കുട്ടി, നിന്റെ ഈ മോഹം മനസ്സിലിരിക്കത്തേ ഉള്ളൂടി. അമ്മ അങ്ങനെ ഒരു നിർബന്ധം പിടിച്ചോണ്ട് ഒന്നിച്ചൊന്ന് കൂടാൻ പറ്റി. അമ്മ ഫോൺ ചെയ്യുമ്പോ നിങ്ങൾ ആരൊക്കെ വന്നില്ലെങ്കിലും രാധികയെ കൊണ്ടുവരണമെന്ന് എടുത്തു പറഞ്ഞു. എന്തൊക്കെയോ കണക്കുകൂട്ടലുണ്ടെന്ന് വെച്ചോളൂ. നിന്റെ കണക്കുകൂട്ടലുകൾ ഒന്നും നടക്കില്ല എന്റെ പൊന്നു ചേച്ചി. അടുത്തത് കാശി യാത്രയാണ്. ചിങ്ങം പകുതിയോടെ പുറപ്പെടണം. ഹരിയോം ഹരി. എന്നാലേ പുറപ്പെട്ടുള്ളൂ, വൈകിക്കണ്ട. അമ്മേ മഹാമായേ, യാത്രയൊക്കെ സുഖമായിരുന്നു അമ്പോട്ടി? ദൈവകൃപ കൊണ്ട് ഒരു ബുദ്ധിമുട്ടും വന്നില്ല. മൂകാംബികയിലും പഴനിയിലും തിരുപ്പതിയിലും എല്ലാം ദർശനം ഐശ്വര്യമായിരുന്നു. കുടജാതിയിൽ വെച്ച് ഒരു യോഗിവര്യനെ പരിചയപ്പെടുകയുണ്ടായി. അദ്ദേഹം തന്ന ഏകമുഖ രുദ്രാക്ഷം അമ്മയ്ക്കിരിക്കട്ടെ. അമ്പോട്ടി കുളിച്ചെല്ലാം കഴിക്കാൻ നോക്ക്. ആവട്ടെ. ഞാൻ കാത്തിരിക്കുകയായിരുന്നു. എപ്പോ എത്തി? ഇപ്പോഴെത്തി. തിരുപ്പതി അടിവാരത്തിൽ പഴയ ഏട് നോക്കി ഫലം പറയുന്ന ഒരു ജോത്സ്യനുണ്ടെന്ന് കേട്ടു. അറിയാമോ? തുടങ്ങി നിങ്ങളുടെ ഒരു ജോത്സ്യം. അറിയാമോ? അടുത്ത വാരം ഞാൻ അടിവാരത്തിലേക്കാണ് പോകുന്നത്. എന്റെ അംബുജാക്ഷൻ, നിനക്ക് ഇനിയെങ്കിലും ഈ യാത്ര നിർത്തിക്കൂടെ? പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ അംബുജാക്ഷനല്ല, അമ്പൂറ്റി സ്വാമിയാണ് കുഞ്ഞെ. കുഞ്ഞോ? ഇത് നിന്റെ ചേച്ചിയാണ്. എല്ലാവരും നമുക്ക് കുഞ്ഞുങ്ങളാണ് കുഞ്ഞെ. ഹരിയോ. നിന്റെ ആങ്ങളെ ശരിയാവുന്ന ഒരു ലക്ഷണവും കാണുന്നില്ല. വേണ്ട. വേണ്ടെങ്കി വേണ്ട. എനിക്കിനി വയ്യമ്മേ, കൈയടിക്കുന്നു. എന്റെ ഭഗവാനെ, നടക്കൽ നേരെ ഒന്ന് കുരുത്തക്കേട് പറയില്ലേ മോളെ? 1 2 ആണോ? 101 ഇല്ലേ? എനിക്ക് വയ്യ, അമ്മയല്ലേ നേർന്നത്, ബാക്കി അമ്മ മുടക്കി. അയ്യോ, അങ്ങനെ പറയില്ലേ മോളെ. വഴിപാട് നിന്റെ കൈകൊണ്ട് തന്നെ നടത്തണം. എങ്കിലേ കൊച്ചുകൃഷ്ണ ഭർത്താവായിട്ട് കിട്ടൂ. എന്റെ കാലയിലാണ് ഉടക്കാൻ പറഞ്ഞേ.
എനിക്കിനി വയ്യമ്മേ. അയ്യോ അങ്ങനെ പറയല്ലേ കുട്ടി. 11 ചുറ്റാ ഞാൻ നേർന്നത്. കൊച്ചുകൃഷ്ണനെ തന്നെ ഭർത്താവായി കിട്ടണമെന്ന് മനസ്സിൽ ധ്യാനിച്ചങ്ങുരുണ്ട്. അയ്യോ ഇതെന്താ മുഖത്തൊരു പാട്? അത് വലിയ മോക്കൊരു വന്നായിരിക്കും. മതി മതി, എന്റെ കുട്ടിയാണ് ഇങ്ങോട്ട് വിട്ടു തന്നെ. എന്നിട്ടാവാൻ വിശദീകരണം. നീ ഇങ്ങോട്ട് വന്നാൽ മതി. പെട്ടി അങ്ങോട്ട് നോക്കി മുളച്ചല്ലേ. ഇത് എന്റെ പറ്റിയ ഇത്തവണ നീ എന്നെ പറ്റിക്കുമെന്നാ ഞാൻ വിചാരിച്ചു. അത് കൊള്ളാം. മുത്തശ്ശിയുടെ പിറന്നാളായിട്ട് ഞാൻ വരാണ്ടിരിക്കൂ. എത്ര ദിവസത്തെ ലീവ് ഉണ്ട് നിനക്ക്? എത്രയും നേരത്തെ പോകാമോ അത്രയും കൊള്ളാം. എന്നാലും ഒരു 2-3 ആഴ്ച. ഇനിയിപ്പൊ പിറന്നാളും കഴിഞ്ഞ് തിരുവോണവും കഴിഞ്ഞ് കയറി വാ. ഇതെന്റെ കൂട്ടുകാരൻ ഹരീന്ദ്രൻ. നമ്മുടെ തറവാടും ഗ്രാമമൊക്കെ കാണാൻ വേണ്ടി വന്നിരിക്കുക. ഹരി, ഇത് മുത്തശ്ശി. നമസ്കാരം. ഇതെല്ലാം അമ്മാവന്മാരെ അമ്മായിമാരെയൊക്കെ പ്രത്യേകം പരിചയപ്പെടുത്തണോ കൊച്ചുകൃഷ്ണ? അല്ലേ കൈമളമാവ? പിന്നെ ഹോമിയോ ചികിത്സയൊക്കെ എങ്ങനെ നടക്കുന്നു? എന്താ കുറുപ്പമാവ, ഈ രക്ഷയൊക്കെ കെട്ടിയിട്ട് വല്ല രക്ഷയുണ്ടോ? പിന്നെ ഈ മുറപ്പെണ്ണുങ്ങളുടെ കാര്യമൊക്കെ കൊച്ചുകൃഷ്ണൻ എപ്പോഴും പറയും. മോനെ കൊച്ചുകൃഷ്ണ, കണ്ടില്ലേ അമ്മായിമാരുടെ ഒരു ഒരുമ. എല്ലാവർക്കും കൊച്ചുകൃഷ്ണനെ ഒരുപോലെ ഇഷ്ടമാ. ഹരി ഓം ഹരി. എന്റെ പേര് ഹരി എന്നാണെന്ന് എങ്ങനെ മനസ്സിലായി? യാത്രയൊക്കെ സുഖമായിരുന്നു കുഞ്ഞേ? സുഖമായിരുന്നു. ഈ സ്വാമി വേഷം കെട്ടി നടക്കുന്നവരെല്ലാം കള്ളന്മാരാ. ഒരൊറ്റ എണ്ണത്തിനെ വിശ്വസിക്കാൻ കൊള്ളൂല. പക്ഷേ അമ്പോറ്റി സ്വാമി അങ്ങനെയൊന്നും അല്ല, ശരിയായ സ്വാമിയാണെന്നാണ് കൊച്ചുകൃഷ്ണൻ പറയുന്നത്. കൊച്ചുഷ അകത്തേക്ക് വന്നോളൂ. വരുന്നേ. നീ മാത്രം വാ. പോയി. എടാ, എന്റെ മുത്തശ്ശി മരിച്ചിട്ടില്ല. നീ വിളിച്ചപ്പോ നിന്റെ കൂടെ വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് എന്റെ മുത്തശ്ശിയെ കാണാനുള്ള ഭാഗ്യം ഉണ്ടാവുമായിരുന്നു. സന്തോഷമായി. മുത്തശ്ശി, എന്താ കുട്ടി ഇത്? എണിക്ക്. എനിക്ക് സന്തോഷമായി മുത്തശ്ശി. ഞാൻ പോവാണ്. വല്ലപ്പോഴും എനിക്ക് എന്റെ മുത്തശ്ശി ഒന്ന് കാണണമെന്ന് തോന്നുമ്പോ ഞാനൊന്ന് വന്ന് കണ്ടോട്ടെ. കൊച്ചുഷ, എന്തോ? ഹരീന്ദ്രനോട് കഴിയാനുള്ള സൗകര്യം ഉണ്ടല്ലോ നിന്റെ മുറിയില്? ഉണ്ട്. എന്നാ വേണുക്കുട്ടനോട് പറഞ്ഞ് ഒരു കട്ടിലൂടെ ഇട്ടോളൂ. വേണ്ട മുത്തശ്ശി, ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു കട്ടിലിൽ കിടന്നോളാം. ഓ ബാ, ബാ. കൊച്ചുഷ, എന്തോ? നീ വേഗം കുളിച്ച് റെഡിയായി വാ. ചില തീരുമാനങ്ങൾ എടുക്കാനുണ്ട്. എന്റെ കാര്യമില്ലോ ആയിരിക്കും. കെട്ടും അന്ന് ഈ പാർക്കുട്ടിയുടെ സ്വഭാവം അറിയും. തള്ളയും തന്തയും ചത്ത് കഴിഞ്ഞപ്പോ ഈ തോളി കിടത്തിയാ ഞാൻ അവനെ വളർത്തിയത്. ആ സ്നേഹം അവൻ എന്തായാലും ഉണ്ടാവാതിരിക്കുവോ? നിങ്ങളെന്താ ഒന്നും പറയാത്തെ? നീ തന്നെ എല്ലാം പറയുന്നുണ്ടല്ലോ പാറു. അയ്യോ മോളെ, കൊച്ചുകൃഷ്ണൻ യാത്രയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചു വന്നിരിക്കല്ലേ, എന്തെങ്കിലും കുടിക്കാൻ കൊണ്ട് കൊടുക്കണ്ടേ നീയല്ലേ? എന്തൊക്കെ കൊടുത്താലും കൊച്ചുകൃഷ്ണന്റെ മനസ്സ് മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓ, നീ ഇത് പറയാൻ തുടങ്ങിയിട്ട് നേരം കുറെ ആയല്ലോ. എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ എടുക്കേണ്ട സുമതിക്കുട്ടി. ഓ, നിങ്ങൾക്ക് എപ്പോ നോക്കിയാലും കഴിപ്പ്. എന്നിട്ട് അതൊന്നും ഈ ശരീരത്തിൽ കാണുന്നുണ്ടോ? അതുമില്ല. നോക്കേ, നീ എന്റെ ശരീരത്തിൽ തൊട്ട് കളിക്കരുത് പറഞ്ഞേക്കാം. ആര് തൊടുന്നു? എന്റെ ദൈവമേ, എനിക്ക് പറ്റിയ അബദ്ധം എന്റെ മോക്ക് പറ്റാതിരിക്കാനാ ഞാൻ ഈ പാടൊക്കെ പെടുന്നത്. തരത്തിനൊരാളെ കിട്ടുകയെന്ന് പറഞ്ഞ ഒരു പെണ്ണിന് അതിൽ കൂടുതൽ എന്താ വേണ്ടത്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആരെ കെട്ടണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാ, അമ്മയല്ല. കൊച്ചുകൃഷ്ണനെ കെട്ടാൻ എനിക്ക് ഇഷ്ടമില്ലെങ്കിലോ അന്ന് ഞാൻ കൊല്ലും. കേട്ടല്ലോ മുത്തശ്ശിയുടെ ക്രോസ് വിസ്താരം. ആ നേരത്ത് നാവിന്റെ തുമ്പത്ത് സരസ്വം നിന്നുകൊണ്ട് എന്തൊക്കെയോ പറഞ്ഞൊപ്പിച്ച്. ഓ, നിന്നെ ഞാൻ കുഞ്ചൻ നമ്പ്യാരുടെ ബന്ധുവാണെന്ന് പറഞ്ഞല്ലോടാ ചെറ്റേ. അതിനിടയിൽ അവന്റെ ഒരു സെന്റിമെന്റ്സ് കൊളമാക്കിയനെ. കുളവാക്കും. എന്നാലും നിന്റെ അത്ര ചളവാക്കൂല. അതെ, ഈ അലവലാതി കൂട്ടങ്ങളുടെ ഇടയിൽ കഴിയാൻ എന്നെ കൊണ്ട് വയ്യ. ഞാൻ അങ്ങ് പോവാ. എന്താ ഇത്? പോകാൻ വേണ്ടിയാണോ പറഞ്ഞത്? മുത്തശ്ശിയുടെ തീരുമാനങ്ങൾ എടുക്കാനുണ്ടെന്ന് പറഞ്ഞ എന്താണെന്ന് മനസ്സിലായോ? എന്താ? കല്യാണം. പിന്നല്ലാണ്ടെന്താ? ഓഹോ, വന്ന് കേറുന്നതിന് മുമ്പേ തുടങ്ങിയോ? ഏതായാലും ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും ഭീകരമാണ് ഇവിടുത്തെ അന്തരീക്ഷം. നിന്റെ അമ്മായിമാര് 3 പേരും കൂടെ നിന്നെ വെട്ടി നുറുക്കി ഫ്രൈ ആക്കി അവരുടെ മക്കൾക്ക് ഇട്ട് കൊടുക്കും. ഒന്നാലോചിച്ചാൽ നമ്മളെക്കാളും ടെൻഷൻ നിന്റെ അമ്മായിമാർക്കാ. ഉടനെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ എന്റെ ഒരു സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കടാ. 1 അല്ല 3 എണ്ണം. കണ്ടില്ലേ എല്ലാത്തിനും?
ഒരേ സമയം 3 ഭാര്യമാരല്ലേ കൈ വരാൻ പോകുന്നത്. നീ ആര്? ദശരഥ മഹാരാജാവ്. ഊതല്ലേ ഊതല്ലേ. എടാ, സാവധാനം നീന്തിയ അക്കരെത്താം. തൽക്കാലം നിലവെള്ളം ചവിട്ടി ജീവൻ രക്ഷിക്കും. വെട്ടൊന്ന് തുണ്ടൻ രണ്ട്, അതാണ് മുത്തശ്ശിയുടെ സ്വഭാവം. ആ, രണ്ടായി മുറിഞ്ഞാലും യോജിപ്പിക്കാൻ പറ്റിയൊരു സുഹൃത്ത് നിന്റെ കൂടെ ഇല്ലേ? പിന്നെ എന്തിനാ വിഷമിക്കുന്നത്? ഞാൻ ആ ഫയലൊക്കെ ഒന്ന് പഠിക്കട്ടെ, എന്നിട്ട് നമുക്കൊരു ഡിസിഷൻ എടുക്കാം. അതിനു മുമ്പ് പോയി കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുപോകാം. ചെന്ന് വാങ്ങേണ്ട കാര്യമൊന്നുമില്ല, ഇപ്പൊ വരി വരിയായി ഇങ്ങ് എത്തും. ഞാൻ പറഞ്ഞില്ലേ, തൽക്കാലം നീ കുടി. അല്ല അവന് അത് എന്തിന് അമ്മ പറഞ്ഞു കൊച്ചേട്ടൻ ചേട്ടൻ ഷോപ്പിങ്ങിന് പോകുന്നു, എന്നെ കൂടെ ചെല്ലാൻ. അമ്മ പറഞ്ഞോ? സത്യമായിട്ടും പറഞ്ഞു. കൊച്ചേട്ടൻ ചേട്ടാ ഞാൻ റെഡി. രാധികയോടും അമ്മ പറഞ്ഞോ? ഒരാളുടെ കുറവുണ്ടല്ലോ, എന്തു പറ്റി? ഏതായാലും ഷോപ്പിങ്ങിന് പോവാം. വേണുക്കുട്ടാ, എന്തോ രണ്ടുപേരെയും ഷോപ്പിങ്ങിന് കൊണ്ടു. ചെല്ല്. ഇനിയിപ്പോ ഷോപ്പിങ്ങിന് പോയി ഷോപ്പിൽ കയറി തുണി കിണിയെല്ലാം വാങ്ങി ഈയോടെ പോവാം. എന്റെ ദൈവം വിശന്നിട്ട് ഉറക്കം വരും. ഇനി രക്ഷപ്പെടാൻ നോക്കണ്ട, കുരുക്ക് വീണ് കഴിഞ്ഞു. കുരുക്കോ? കൊച്ചു കള്ള ഒന്നും അറിഞ്ഞില്ലല്ലേ. ചേട്ടൻ എന്തുവായി പറയുന്നത്? അമ്മായിമാര് തമ്മിൽ കോൾഡ് സമരം. എല്ലാവർക്കും മകളുടെ ഭർത്താവായി കൊച്ചുകൃഷ്ണ കിട്ടണമെന്ന് ഒരു മുത്തശ്ശിയുടെ ഓർഡർ. 3 പേരെയും 3 പേരെ? 3 പേരല്ല, 3 പേരിൽ ആരുടെ ജാതകം ചേരുന്നുവോ അതങ്ങ് ഉറപ്പിക്കാൻ. തറവാട്ടിൽ ഏതെങ്കിലും ഒന്നിനെ കൊച്ചുകൃഷ്ണൻ കെട്ടണം, അത്രേ മുത്തശ്ശിക്കുള്ളൂ. ഇതിൽ ആർക്കാ യോഗം ഉണ്ടാവുന്നെന്ന് ഇന്നറിയാം. ഞാൻ ജോത്സ്യം വിളിക്കാൻ പോവാ. ഇനിയിപ്പോ ജോത്സ്യം വിളിക്കാൻ ഓട്ടോറിക്ഷ വിളിച്ച് അവനുമായിട്ട് ഇടിയിട്ട് പണ്ടാറങ്ങി. യുദ്ധകാലാടിസ്ഥാനത്തിലാണല്ലോ മുത്തശ്ശി കാര്യങ്ങൾ നിൽക്കുന്നത്. ജാതകം ചേർന്നാൽ മുഹൂർത്തം കുറിക്കും, ഉറപ്പാ. മുത്തശ്ശി വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ കൂടും കുടുക്കെ എടുത്ത് ജോലിസിനിങ് എത്തും. അതിനു മുമ്പ് നമ്മൾ അങ്ങെത്തണം. ജോത്സ്യരെ ഞാനാ. ജോത്സരെ, കണ്ണേറ്റും കരയിൽ ആകെ പ്രശ്നം. 3 അമ്മായിമാരും തമ്മിൽ കൂട്ടത്തല്ല്. എല്ലാവർക്കും കൊച്ചുകൃഷ്ണൻ തന്നെ മരുവാനായിട്ട് കിട്ടണം. അതായത് ഇവനെ. ഏതെങ്കിലും ഒരു ജാതകം ചേർന്നാൽ മറ്റേ അമ്മായി തൂങ്ങിച്ചാവും. അടുത്ത അമ്മായി വിഷം കഴിച്ചു മരിക്കും. എവിടെ? അതെ, അതാ ഇപ്പോഴത്തെ സ്ഥിതി. അതുകൊണ്ട് ജോത്സ്യൻ അവിടെ വന്ന് ജാതകം നോക്കുമ്പോ 3 ചേരില്ല എന്ന് പറയണം. കള്ളം പറയാനോ? അയ്യോ, കള്ളം പറയണ്ട, സത്യം പറയാതിരുന്നാ മതി. ജോത്സ്യന് ഞങ്ങളെ രക്ഷിക്കണം. അതിനെന്താന്ന് വെച്ചാ ഞങ്ങള് അങ്ങോട്ട് കൊടുക്ക്. പരസ്യമായിട്ട് കൊടുത്താ വാങ്ങുമോ? ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കാം. വാങ്ങും. വിവാഹം നടക്കരുത്, അത്രയല്ലേ ഉള്ളൂ. ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ ഞാൻ ഈ കാര്യം കൈകാര്യം ചെയ്തോളാം. അത് മതി. ശരി, പോട്ടെ. ജോത്സ്യർ ചതിക്കൂ? തെങ്ങും ജോത്സ്യരും ചതിക്കില്ലെന്നാണ്. ഇലയ്ക്കും കേടില്ല, ഉള്ളിനും കേടില്ല. ഇക്കണക്കിന് പോയാൽ നമ്മുടെ എല്ലിന് കേട് വരും. നീ പെട്ടെന്ന് തറവാട്ടിലേക്ക് പോകാൻ തയ്യാറ്. അങ്ങനെ കാശും വാങ്ങേണ്ട കള്ളം പറയാൻ പോവാണെന്ന് അവരെങ്ങാനും പറഞ്ഞാലോ? ഒരു വഴിക്ക് ഇറങ്ങുമ്പോ കരിനാക്കെടുത്തൊന്നും പറയാതാ. ജോത്സരെ, എത്ര നാളായി കണ്ടിട്ട്. അയ്യോ, ആളങ്ങ് ഉടഞ്ഞു പോയല്ലോ. അയ്യോ, 2 പേരും അങ്ങ് ഉടഞ്ഞു പോയല്ലോ. എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ പോരായിരുന്നു, ഞാനൊരു രക്ഷ എഴുതി തന്നേനെ. അത് എനിക്കൊരു അസുഖമല്ല കുറിപ്പ് സാറേ. എന്നാ എനിക്കൊരു അസുഖമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ജോത്സരെ ആദ്യമായി ആ തറവാട്ടി കൊണ്ടുവന്ന് കയറ്റിയത് ഈ കുറിപ്പാണ്. അത് ഞാൻ മറക്കു കുറിപ്പ് സാറേ. ആ നന്ദി എന്നോട് കാണുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഓടിപ്പിടിച്ച് ഇങ്ങോട്ട് വന്നത്. എന്നെ ഒന്ന് സഹായിക്കണം. മാറണം. എന്റെ മകളുടെ ജാതകം ജോത്സ്യരല്ലേ എഴുതിയത്. ആ ജാതകം കൊച്ചുകൃഷ്ണന് നന്നായി ചേരുമെന്ന് പറയണം. ജ്യോതിഷത്തിലും മാന്ത്രികത്തിലും ഇത്രയും വിശ്വാസമുള്ള സാറ് തന്നെ ഇങ്ങനെ പറഞ്ഞാലോ? ദോഷമില്ലാത്ത ചില കള്ളങ്ങളൊക്കെ പറയാമെന്ന് ആദ്യം ഇവര് പറഞ്ഞിട്ടില്ലേ ജോത്സ്യരെ? ഇതങ്ങോട്ട് പിടിക്കും. ഈ വിവാഹം നടന്നില്ലെങ്കിൽ പാറുകുട്ടി വല്ല അഭിയോഗം കാണിക്കും ജോത്സ്യരെ. ഈ വിവാഹം നടക്കണം, അത്രല്ലേ വേണ്ടു. ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത വിധം ഞാനിത് കൈകാര്യം ചെയ്തോളാം. അത് മതി, അത് മതി. രാധികാറാണി, അത്തം നക്ഷത്രം, സ്ത്രീ ജനനം, പൂടുരുട്ടാതി പുരുഷൻ. ചേർക്കാമല്ലോ. കാർത്തികാദേവി തിരുവാതിര, പൂടുരുട്ടാതി പുരുഷൻ. പൊരുത്തങ്ങൾ സമാസമം,
നിശ്ചയമായും ചേർക്കാം. ഹേമകുമാരി അശ്വതി സ്ത്രീ ജനനം, പുരുഷൻ പൂരുരുട്ടാതി. ഉത്തമമാണല്ലോ, ചേർക്കാം. പൊരുത്തം സമാസമം. എന്തേ പറഞ്ഞു? 3 ജാതകവും ചേരുന്ന സ്ഥിതിക്ക് ഏറ്റവും ഉത്തമം ഏതാണെന്ന് പറയൂ ജോസ്യരെ. ഏതാ ഏറ്റവും ഉത്തമമെന്ന് പറയാനാവില്ല. എന്നാലും ഏതെങ്കിലും ഒരു ചെറിയ വ്യത്യാസം കാണൂലേ? കാണുന്നില്ല. തറവാടിന്റെ പുണ്യം കൊണ്ടാവും 3 ഒരുപോലെ ചേരുന്നു. കുടുംബത്തിന്റെ ഐക്യം അത് സൂചിപ്പിക്കുന്നത്. ആ കേട്ടോളൂ, 3 ജാതകവും ഇങ്ങനെയുള്ള സ്ഥിതിക്ക് എന്താ വേണ്ടതെന്ന് നിങ്ങൾ 3 കൂട്ടരും കൂടെ ഒരു തീരുമാനത്തിലെത്തുക. ശ്രീകൃഷ്ണന് 16,008 കൊച്ചുകൃഷ്ണന് 3 ആവാം. അമ്പോറ്റി അല്ല, പറഞ്ഞേ ഉള്ളൂ. കബഡികളെ ഇന്ന് ഞാൻ അവസാനിപ്പിക്കും. കല്യാണം നടക്കരുതെന്നല്ലേ നിങ്ങൾക്കുള്ളൂ. ഒരു ജാതകവും ചേരില്ല എന്ന് പറഞ്ഞാൽ ഇതിലെന്തോ കള്ളക്കളി ഉണ്ടെന്ന് വിചാരിക്കും. ഏതെങ്കിലും ഒരെണ്ണം ചേരുമെന്ന് പറഞ്ഞാൽ അപ്പം മുഹൂർത്തം കുറിക്കാൻ പറയും. ഇപ്പൊ സംഗതി പറഞ്ഞില്ലേ, അമ്മായി വരെ ഒന്നൊരു ഒത്തീർപ്പ് എത്താൻ സമയം കുറെ പിടിക്കും. ചിലപ്പോ അടി വെച്ച് പിരിഞ്ഞതും വരും. ഇപ്പൊ മനസ്സിലായോ? ഇലക്കും കേടില്ല, മുള്ളിനും കേടില്ല. അയ്യോ കുറുപ്പമാവൻ, വളരെ സന്തോഷം. അവന്റെ ഈ ഏലത്തൊന്ന് ശരിയായി കൊടുക്കണം. ഏലസോ? രാത്രി കിടക്കുമ്പോൾ ദുശ്ചിന്തകൾ ഇവനെ. ശരി, ശരി, വരട്ടെ. ഇങ്ങനെ പോലെ ബാക്കി കാശിന്റെ നല്ല ആള് ആണ്. ഞാൻ അന്ന് തരാൻ ഉദ്ദേശിച്ച പൈസ ഇതിലും കൂടുതൽ. ഞാനത് നിങ്ങൾക്ക് തന്നില്ലെങ്കിലേ പാറു ഇത് എനിക്കിട്ട് തരും. തീരുമാനം 3 അമ്മായിമാർക്കും വിട്ട സ്ഥിതിക്ക് ഇനിയിപ്പോ അവര് തമ്മിലാവും മഴക്കും ബഹളവും. ഏതായാലും നമ്മൾ മനസ്സിൽ കണ്ടപ്പോ ആ ജോലിശ്ശേരി മാനത്ത് കണ്ടു. ഞാൻ കാരണം തറവാടിന്റെ ഐക്യവും സമാധാനവും തകരുമെന്ന എന്റെ പേടി. ഇനിയിപ്പോ മുത്തശ്ശി ഞങ്ങൾ ഒരു തീരുമാനം എടുത്താലോ? അറ്റ കൈക്ക് പറ്റില്ല എന്ന് പറയണം. ഫസ്റ്റ് ബുദ്ധി. മുത്തശ്ശി എതിർത്തൊരു വിവാഹം കഴിച്ചതിനാ ശങ്കരൻകുട്ടി ചിറ്റപ്പനെ തറവാട്ടി കയറ്റാത്തത്. എന്നിട്ട് എന്താ അങ്ങേര് ജീവിക്കുന്നില്ലേ? അങ്ങേരുടെ ചങ്കൂറ്റം പോലും നിനക്കില്ലാതെ പോയല്ലോടാ. ഇല്ലാഞ്ഞിട്ടല്ല, കുഞ്ഞിലെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട എന്നെ വളർത്തി ഈ നിലയിലാക്കിയത് മുത്തശ്ശിയാ. അവരെ വേദനിപ്പിക്കണ്ടെന്ന് കരുതിയിട്ട്. ആ, ഇതൊക്കെ നേരത്തെ ആലോചിക്കണമായിരുന്നു. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ആയിരുന്നെങ്കിൽ ഞാൻ ഈ 3 അമ്മായിമാരെ മറിച്ച് പറഞ്ഞിട്ട് ഞാൻ തിരിച്ചിങ്ങനെ പറഞ്ഞ് തിരിച്ചിട്ട് ഇങ്ങനെയൊക്കെ തന്നെ പറ്റുള്ളൂ അല്ലേ? എടാ, പുറത്തു നിന്ന് നോക്കുമ്പോ എളുപ്പമാ, അകത്ത് വന്ന് കളിക്കുമ്പോഴേ എന്റെ പ്രയാസം മനസ്സിലാവും. നമ്മൾ ഏതായാലും കളിച്ചില്ലേ, ഇനി ജയിച്ചേ പറ്റൂ. എന്റെ മനസ്സിൽ ചില പ്ലാനൊക്കെ ഉണ്ട്. ഈ തറവാട്ടിലെ മൂത്ത മോള് ഞാനാ, ചെറുമക്കളിൽ മൂത്തവള് രാധികയും. ആ ചിന്തയെങ്കിലും സുമതിക്കുട്ടിക്കും പാറക്കുട്ടിക്കും വേണ്ടേ? അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അമ്മായി. 3ാം തലമുറയിലെ ഒരേ ഒരു ആന്തരി. അവന്റെ പൊസിഷൻ, ശമ്പളം, ആരെ ഇങ്ങനെ ഒരു ചെറുക്കനെ വേണ്ടാന്ന് വെക്കുക. പിന്നെ മുത്തശ്ശിയുടെ കാലശേഷം ഈ തറവാടും അവനാ. ഓ, ഞാൻ അതൊന്നും ഓർത്തിട്ടല്ല. രാധികയ്ക്ക് പണ്ടേ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിപ്പോയി, അതുകൊണ്ടാ. അങ്ങനെ വരട്ടെ. ഇതിനാണ് മനപ്പൊരുത്തം എന്ന് പറയുന്നത്. കൊച്ചുകൃഷ്ണന്റെ മനസ്സിൽ പിന്നെ എന്തുവാന്ന വിചാരം? ഹൃദയം ഇടിക്കുന്നത് പോലും രാധിക രാധിക എന്നല്ലേ? അവൻ എന്തെങ്കിലും പറഞ്ഞോ? എന്തിനാ പറയുന്നത്? അവൻ താമസിക്കുന്ന മുറിയിലോട്ട് കയറി ചെന്നാ കാണാം. ദേ, ഈ വലിപ്പത്തിലൊരു ഫോട്ടോ. ആരുടെ? രാധികയുടെ. കാലത്ത് എഴുന്നേക്കുമ്പോ കണി കാണാനാണത്രേ. ചെറുപ്പം മുതലേ അവന്റെ മനസ്സിൽ രാധികയുടെ രൂപം, ഈ രൂപത്തൊട്ടിൽ അശോകചക്രം പതിക്കൂലേ, അതുപോലെ അങ്ങ് പതിഞ്ഞു പോയിന്ന്. എടാ കള്ള, എന്നാൽ അവനത് പറയാൻ മേലേ? അവന് നേരിട്ട് പറയാനുള്ള മടി കൊണ്ടല്ലേ എന്നെ അയച്ചത്. ഇത് കേട്ടില്ലേ? 2 പേരും പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട് ലക്ഷ്മി. അല്ല, അവർക്ക് അങ്ങനെ ഒരു ആഗ്രഹമുള്ള സ്ഥിതിക്ക് നമ്മൾ വേണോ അത് നടത്തി കൊടുക്കാൻ? ഓ എന്ന് പറഞ്ഞാ പോരാ, അമ്മാവനും അമ്മായും കൂടെ വേണോ അതിന് മുൻകൈ എടുക്കാൻ. മുൻകൈ എടുക്കണം എന്ന് പറഞ്ഞാൽ ഞാനത് കുഴപ്പം എടുക്കാനാ? നിങ്ങളൊന്നും മിണ്ടാതിരിക്കൂ. ഈ കാര്യത്തിൽ എനിക്കൊരല്പം നിർബന്ധബുദ്ധി ഉണ്ടെന്ന് തന്നെ കൂട്ടിക്കൊള്ളൂ. ഈ വീറും വാശി മനസ്സിലുണ്ടെങ്കിൽ പിന്നെ പ്രശ്നമേ ഇല്ല. കൊച്ചുകൃഷ്ണനും കാർത്തികയും തമ്മിലുള്ള വിവാഹമേ നടക്കൂ. അവന്റെ മനസ്സിലിരിപ്പു അതാ. എപ്പോഴും കാർത്തിക കാർത്തിക എന്നൊരു വിചാരമേ അവനുള്ളൂ. എന്താ കാര്യം? എന്താ കാര്യം? അവളല്ലേ ഈ കൂട്ടത്തിൽ സുന്ദരി. നിങ്ങളിത് കേൾക്കുന്നില്ലേ? എന്തുമാത്രം മഞ്ഞപ്പൊടിയും പയറുപൊടിയും
പിന്നെന്താ ഒരു സാധനം? പയറാൻ ലൗലി. ആ, അതും കൂടെ അരച്ച് കുഴച്ച് തേച്ചിട്ടാ ഈ പരുവ് എത്തിച്ചെന്നറിയോ? അല്ലെങ്കിലും അവൾ എന്നെ പോലെയാ. അതിപ്പോ പ്രത്യേകം പറയണോ? ഇതുപോലെ ഉരുട്ടി കുഴച്ച് വെച്ചിരിക്കല്ലേ? സൗന്ദര്യം വർണ്ണിച്ചേക്കാനുള്ള സമയമില്ല. കണ്ടോ കണ്ടോ, ഇങ്ങനെ എപ്പോഴും ഇങ്ങനെയാ. എന്നെ പറ്റി ആരെങ്കിലും നല്ല കാര്യം പറഞ്ഞ ഇങ്ങനെ ഇഷ്ടപ്പെടുകയില്ല. അല്ലെങ്കിൽ എന്നെ ഇനിയിപ്പൊ അതും പറഞ്ഞു വഴക്ക് വേണ്ട. ഈ കല്യാണം കുറുപ്പമാവന്റെ ഒരു പ്രസ്റ്റീജ് പ്രശ്നമാ, അതിന്റെ ടെൻഷനാ. അങ്ങനെ പറഞ്ഞു കൊടുക്ക്. എന്തു വന്നാലും മേനോനും കൈമളും കൊച്ചുകൃഷ്ണനെ കണ്ടോണ്ട് വെള്ളം അനുത്തണ്ട. മുത്തശ്ശിയുടെ സ്വത്ത് മുഴുവൻ അവനുള്ളതാ. അതെന്റെ മോളെ അനുഭവിക്കും. അനുഭവിക്കും എന്ന് പറഞ്ഞതുകൊണ്ടായില്ല. കൊച്ചുകൃഷ്ണനെ മരുമകനായി കിട്ടിയാലേ അത് നടക്കും. അതിനൊരു യോഗം വേണ്ടേ? ആ യോഗമായിട്ടല്ലേ ഞാൻ വന്നിരിക്കുന്നത്. കുട്ടിക്കാലം മുതലേ അവൻ ഹേമയെ മനസ്സുകൊണ്ട് ഭാര്യയാക്കി കഴിഞ്ഞു. ആ സ്ഥിതിക്ക് നിങ്ങൾ പിടിച്ച പിടിയിൽ നിൽക്കണം, അത്ര തന്നെ. ആകെപ്പാടെ ഒരു കൊച്ചു വെട്ടിമുറിച്ചെടുക്കാൻ പറ്റുമോ? ഒന്നുമില്ലെങ്കിലും നീ ഇളയതല്ലേ, നമുക്കങ്ങ് ഒഴിഞ്ഞു മാറാം. അയ്യ, ഒഴിഞ്ഞു മാറാനോ? ഈ മനുഷ്യൻ കാരണം ഒന്നും നടക്കാത്തത്. അവരൊഴിഞ്ഞു മാറട്ടെ. ഈ കാര്യത്തിൽ ഞാൻ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല. അമ്മയുടെയും ചേച്ചിമാരുടെയും വാക്ക് കേട്ട് അന്നൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായതുകൊണ്ടാണ് എനിക്ക് ഗതി വന്നത്. സുമതിക്കുട്ടി, നീ എന്താ പറഞ്ഞു വരുന്നെന്ന് എനിക്ക് മനസ്സിലായി. എന്താ ഞാൻ പറഞ്ഞത് കാര്യമല്ലേ? പറയും, എപ്പോഴും പറയും. ഞങ്ങൾ തമ്മിൽ 24 വയസ്സിന്റെ വ്യത്യാസമാ. ആഹാ, പക്ഷെ ഇപ്പോഴും രണ്ടുപേരും തമ്മിൽ എന്തൊരു ചേർച്ച. ഇവളിത് കണ്ണി കണ്ടോരോടൊക്കെ പറഞ്ഞ് എനിക്ക് എണീറ്റ് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി. സത്യമല്ലേ പറഞ്ഞത്? എല്ലാരും കൂടെ ചേർന്ന് എന്നെ ചതിച്ചതാ. ആരാടി ചതിച്ചത്? ചൊവ്വാദോഷമുള്ള ജാതകം കൊണ്ട് നിന്റെ അമ്മ നാട് നീളെ നടന്നല്ലേ? ഇപ്പൊ നമ്മൾ മോളുടെ കല്യാണക്കാരും അല്ലേ ചർച്ച ചെയ്യുന്നത്, അമ്മയുടെ അല്ലല്ലോ വയസ്സിന്റെ കാര്യം പറഞ്ഞ് തർക്കിക്കാൻ. ആദ്യം തന്നെ നിങ്ങൾ ഒരു തീരുമാനത്തിലെത്തും. മോളുടെ കല്യാണം നടത്തണോ അതോ നിങ്ങൾ തമ്മിൽ ഡൈവോഴ്സ് ചെയ്യണോന്ന്. രണ്ടായാലും എന്റെ സഹായം ഉണ്ടാവും. എന്ത് പ്രശ്നം ഉണ്ടായാലും ശരി, ആരൊക്കെ പിണങ്ങിയാലും ശരി, കൊച്ചുകൃഷ്ണ ഹേമയുടെ കഴുത്തിലെ താലി കെട്ടു. ആഹാ, ഈ വീറും വാശിയും അവസാനം വരെ ഉണ്ടായാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഈ കിളവൻ എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞു ഒതുക്ക്. ആരവയ്ക്കാനുള്ള ഒരു പാട്. കൊച്ചുകൃഷ്ണേട്ടനെ ഞാൻ തന്നെ കെട്ടണമെന്ന് വലിയ നിർബന്ധാണല്ലേ? അല്ല, നിർബന്ധമൊന്നുമില്ല. കൊച്ചുകൃഷ്ണ, ഒന്ന് എന്റെ തലയിലായ. ഞാൻ എക്സർസൈസ് ചെയ്യൂല്ലോ. അതൊന്നും വേണ്ട. ഇത് വീണ് കാലോ കൈ ഒടിഞ്ഞ കാർത്തികത ഒന്ന് കണ്ടിരുന്നെങ്കിൽ എന്തായിരുന്നു സ്ഥിതി? കാർത്തികയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഇത് എടുക്കുന്നത്. പിന്നെ കാർത്തികക്ക് വേണ്ടി ഇതൊക്കെ എന്റെ അടുത്ത് നോക്കുന്നത്? അതാണ് എന്റെ കുട്ടൻസ്. അമ്മാവൻ അറിഞ്ഞൂടാ, എന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം ഇതല്ലേ. രാവിലെയും വൈകുന്നേരവും ഇത് മുടങ്ങാതെ ചെയ്താൽ ഈ സൗന്ദര്യം ഇല്ലാത്തവർക്കും സൗന്ദര്യം ഉണ്ടാവും. അപ്പൊ സൗന്ദര്യം ഉണ്ടാക്കാനുള്ള മരുന്ന് ഇതാണല്ലേ? നീ നോക്കിക്കോ, എന്റെ മോളുടെ സൗന്ദര്യം ഞാൻ ഇങ്ങനെ കേടഞ്ഞെടുക്കും. ഏമയും രാധി ഇത് കണ്ട് അങ്ങോട്ട് അസൂയപ്പെടട്ടെ. ഇങ്ങനെയാണ് സൗന്ദര്യം ഉണ്ടാക്കുന്നുള്ള രഹസ്യം എന്റെ പൊന്നു മോൾ ആരോടും പറഞ്ഞേക്കല്ലേ. നിങ്ങൾ ഇത്രയൊക്കെ അറിഞ്ഞു വെച്ചിട്ടും എന്നോടൊരു വാക്ക് ഇതുവരെ പറഞ്ഞല്ലോ. പിന്നെ ഇക്കാര്യം നിന്നോട് പറയാത്ത കുഴപ്പമുള്ളൂ. നിനക്കും കൂടെ ഓ, ഇത്രയുള്ള വല്ല മരുന്നല്ലോ വെച്ചാ മതി. ആഹാ, വാ. ഇങ്ങനെ സൗന്ദര്യം ഉണ്ടാക്കി വരുമ്പോ അയ്യോ, അയ്യോ, എന്താ ഇത്? പ്രാന്തോ? ഇവിടെ അല്ല പ്രാന്ത, അവിടെയാണ്. നീ വിചാരിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ നടക്കുന്നത്. അവിടെ അമ്മയും മോളും കൂടെ കൂലങ്കഷമായ ചർച്ച. കല്യാണക്കാര്യം തന്നെ. മൂത്ത മകളാണെന്ന സെന്റിമെന്റ്സും പറഞ്ഞ് അമ്മായിയെ കയ്യിലെടുക്കാനുള്ള ശ്രമമാണ് ലക്ഷ്മിക്കുട്ടിയുടെ. എന്നാ എനിക്കതൊന്നും അറിയണമല്ലോ. കാളെ വെച്ചെന്ന് കേൾക്കും മുമ്പേ കയറെടുക്കാതെ. നിന്റെ അമ്മയല്ലേ, കുറുക്കന്റെ ബുദ്ധിയാ. ഒടുവിൽ പ്രശ്നം കൊച്ചുകൃഷ്ണന്റെ തീരുമാനത്തിന് വിട്ടു. എന്റെ ഭഗവതി, ഞാൻ പ്രതീക്ഷിച്ച പോലെ വന്നു. അവൻ കാർത്തികയുടെ പേരെ പറയൂ. അവന്റെ മനസ്സ് മുഴുവൻ അവളാണെന്ന്. എന്റെ മോൾ ഉറങ്ങിക്കോ. ചതിച്ചോ? തീരുമാനം എനിക്ക് വിട്ടെന്നോ? വിട്ടുന്ന് മാത്രമല്ല, ഈ 3 പേരിൽ ആരെയാണ് കെട്ടാൻ പോകുന്നതെന്ന് നീ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പറയുകയും വേണം. നിന്റെ ഒടുക്കത്തെ ഒരു പ്ലാൻ. ലീവ് തീർന്നാലും ഇവിടുത്തെ യുദ്ധം തീരില്ലെന്നാ തോന്നുന്നത്. നീ വിഷമിക്കാതിരിക്കെ, ഒരാഴ്ച സമയമില്ലേ, നമുക്ക് പുതിയ വല്ല പ്ലാനും ആലോചിക്കാം. നിന്റെ മനസ്സിൽ വല്ല പ്ലാനും ഉണ്ടാ? സാഹചര്യങ്ങൾക്കനുസരിച്ച് തന്ത്രങ്ങൾ വന്ന് വീഴും. ഇവന്റെ തന്ത്രങ്ങൾ വെച്ച് ഇനി മുന്നോട്ട് പോണോ? ഒന്നുകൂടെ നോക്കാം. നിങ്ങൾ എന്തോന്നേ കാണിക്കുന്നേ? നീയായിരുന്നു. തീരുമായിട്ടൊരു സിദ്ധനുണ്ട്.
മഹാമാന്ത്രികൻ, കൂട് വിട്ട് കൂടുമാറാൻ ബഹുകമൻ. അയാൾ എന്റെ മോൾക്കൊരു ഭസ്മം ജപിച്ചു തന്നു. ഇത് ചെവി അറിയണ്ട. അച്ഛാ, ഈ ഭസ്മത്തിന്റെ പുറത്ത് കുറച്ച് കുങ്കുമം കൂടെ ഇട്ടോട്ടെ. ഓ, ഇത് നെറ്റിയിലിടാനുള്ളതല്ല. പിന്നെ എന്തോന്നാ? നേരെ ചൊവ്വേ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ ഒടിവിദ്യ പ്രയോഗിച്ചെങ്കിലും കുറിപ്പ് കാര്യം നടത്തുമെന്ന് എനിക്ക് അറിയാമല്ലോ. വശീകരണ മന്ത്രം ജപിച്ച് പൂജിച്ചെടുത്ത ഭസ്മം ഞാൻ ഈ മോരി കലക്കിയിട്ടുണ്ട്. ഇതിലൊരല്പം മോള് കുടിക്കണം. എന്നിട്ട് തൊട്ടുരുയാടാതെ കൊച്ചീർഷന് കൊണ്ടുപോയി കൊടുക്കണം. പക്ഷെ കൊച്ചീഷൻ ചേട്ടൻ കുടിച്ചില്ലെങ്കിലോ? എന്റെ പൊന്നു മോളെ എങ്ങനെയെങ്കിലും അവനെ കൊണ്ട് ഇത് കുടിപ്പിക്കണം. ആ, പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഇത് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ മുറിയിലെത്തി അവൻ കുടിക്കുന്നത് വരെ ഉണ്ടരുത്. കുടിക്കും, കുടിക്കും. പൊന്നുമോളും പൊന്നുമോളും സ്പൂൺ വീഴല്ലേ. അവന്റെ വയറ്റിലോട്ട് നിന്ന് ചെന്നോട്ടെ, പിന്നെ നമുക്ക് കാണാം രാധയും കൃഷ്ണനും പോലെ അവർ ഈ തറവാട്ടിന് ചുറ്റും കളിച്ച് ചിരിച്ച് നടക്കുന്നത്. ഇനി അല്പം നമുക്ക് കുടിക്കാം. നിക്ക് നിക്ക് നിക്ക്. അപ്പോഴേ ഇപ്പത്തെ രണ്ടുപേര് ജാഥയായിട്ട് കൊണ്ട് കൊടുത്തേ ഉള്ളൂ. എല്ലാം കൂടി കുടിച്ചാൽ ചെറുക്കന്റെ കുടല് പഴുത്തു പോകും. ഭയങ്കര ദാഹം. കുറച്ച് ഞാനേ എന്ത് പറ്റി? അടുത്തത് കൊണ്ടുവരുന്നുണ്ട്. വേണ്ട, എനിക്ക് വേണ്ട. വേണ്ടാത്തോണ്ടാ. എനിക്ക് വേണ്ട. അയ്യോ, വേണ്ടാത്തോണ്ടാ. സ്നേഹമില്ലാഞ്ഞിട്ടല്ല. അയ്യോ, വേണ്ടാത്തോണ്ടാ. കുടിക്കാം കുടിക്കാം കുടിക്കാം. ഓ, രാവിലെ തുടങ്ങിയ ഒടുക്കത്തെ കുടിപ്പിക്കലാണ്. ഞാൻ കുടിക്കട്ടെ. കുമാരി, അയ്യോ വേണക്കുട്ടാ, എന്ത് പറ്റി? വേണക്കുട്ടാ, ചേട്ടാ എന്താ ഇത്? പ്രേതബാധയിലാണോ? എന്താ കാര്യം? വായിക്കാൻ എന്തോ പോയെന്നാണല്ലോ പറയുന്നത്. ആരെയോ? മോരോട് മോരോട് വായിക്കാത്തോട് ഒഴിച്ചോട്. കുടിച്ചോ കുടിച്ചോ. ആ എല്ലാ കുന്ത്രാണ്ടങ്ങളും ഒപ്പിച്ചു വെച്ചിട്ട് എങ്ങനെ കിടന്ന് ഉറങ്ങാൻ തോന്നുന്നു? അയ്യോ, എന്താ വാറുകുട്ടി, എന്താ നിങ്ങൾ എന്താ പറഞ്ഞത്? തറവാടിന്റെ മുറ്റത്തോട് ഓടിക്കളിച്ച് നടക്കുന്നോ? ഓടിക്കളിച്ച് നടക്കുന്ന രാധാകൃഷ്ണനെ ഞാൻ കാണിച്ചുതരാം. വാ, ദേ കണ്ടോ? എടീ, എടീ, ഇവിടെ വരെ. ഇങ്ങോട്ട് വാ. എന്തത്? ഇങ്ങോട്ട് വാടി. എടീ, ഇങ്ങോട്ട് നോക്കാൻ. ഇവിടെ നോക്കാൻ. നീ അവളെ പിടിച്ച് മാറ്റി. ഇത് ഇവിടെ ഉറച്ചുപോയി. പോ അങ്ങോട്ട്. ഞാൻ നോക്കാം. എന്തായി കാണിക്കുന്നത്? പൂജാമുറി കയറി അശുദ്ധമാക്കാൻ പാടില്ലെന്ന് അറിയില്ലേ? പൂജാമുറിയിൽ നിന്ന് വെള്ളം അടിക്കാല്ലേ? അയ്യോ, അത് പനിനീരാണ്. പനിനീർ കുപ്പിയിൽ പട്ട നിറച്ച ആരും കണ്ടുപിടിക്കില്ലെന്ന് വിചാരിച്ചല്ലേ? പട്ട പട്ട. പാതിരാത്രി പട്ട അടിക്കാനാണെങ്കിൽ പകല് മുഴുവൻ ഈ അമ്പലത്തിന്റെ പടി കയറി ഇറങ്ങണോ? ഈ പൂജാമുറി തന്നെ ഇരുന്ന് അടിക്കണോ? എല്ലാരും കാണുക പുറത്തിറങ്ങി അടിച്ചൂടെ? നിങ്ങൾക്കറിയില്ല കുഞ്ഞുങ്ങളെ, ലഹരിയുടെ സുഖം അനുഭവിക്കാൻ വേണ്ടിയല്ല ഞാൻ മദ്യപിക്കുന്നത്. ധ്യാനം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും പരിഹരിക്കാൻ കഴിയാത്ത എന്റെ വിഷമങ്ങൾ മറക്കാൻ വേണ്ടിയിട്ടാ പൂജാമുറിയിലിരുന്ന് ഞാൻ ഈ പാപം ചെയ്യുന്നത്. ഇതൊക്കെ എല്ലാ കള്ളുടിയന്മാരും പറയുന്നതാ. അല്ല, ഇത് കണ്ടോ,
18 വർഷം മുമ്പ് കത്തിച്ചതാണിത്, ഈ കിടാവിളക്ക്. ഇതിന്റെ പിന്നിൽ ഒരു ദുഃഖത്തിന്റെ കഥയുണ്ട്. ഇതിപ്പോ നിങ്ങൾ അറിഞ്ഞ സ്ഥിതിക്ക് ഞാൻ എന്തിനാ അതൊക്കെ മറച്ചു വെച്ചത്? എല്ലാവർക്കും ഞാൻ അമ്പോറ്റി സ്വാമി, പക്ഷേ മനസ്സിപ്പോഴും പഴയ അമ്പുജാക്ഷനാരുടേതാ. തിരുവായ്ക്ക് എതിർവായില്ല എന്ന് പറഞ്ഞതുപോലെ അമ്മയുടെ മുമ്പിൽ സംസാരിക്കാൻ പോലും ഭയപ്പെട്ടിരുന്ന കാലഘട്ടത്തിലാണ് അഞ്ചൽ മാസ്റ്റർ അനന്തംപിള്ളിയുടെ മകൾ സൗദാമിനെയും ഞാനും തമ്മിൽ അടുപ്പത്തിലായത്. എന്താ അത്ഭുതം തോന്നുന്നുണ്ടോ? സത്യമാണ്. നിയമപരമായി ഞങ്ങൾ വിവാഹിതരായില്ലെങ്കിലും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഞങ്ങൾ ഒന്നായി, എല്ലാ അർത്ഥത്തിലും. അവരിപ്പോൾ എവിടെയാ? അറിയില്ല. എല്ലാ എതിർപ്പുകളെ അവഗണിച്ച് സൗദാമിനെ സ്വന്തമാക്കണമെന്ന മോഹമായിരുന്നു ഉള്ളിൽ. പക്ഷെ അമ്മയുടെ മുമ്പിൽ എനിക്കതിനുള്ള ധൈര്യം ഉണ്ടായില്ല. അനന്തംപിള്ളയും സൗദാമിനെയും എന്നെ തിരക്കി കണ്ണേറ്റിക്കരയിൽ വന്നിരുന്നു. അന്ന് അവരോടുള്ള ഈ അമ്മയുടെ പെരുമാറ്റം എന്തായിരുന്നുവെന്ന് എനിക്ക് ഊഹിക്കാമല്ലോ. അവരെ ക്രൂരമായി ഇറക്കി വിട്ടു. നിറകണ്ണുകളുടെ സൗദാമിന് പടിയിറങ്ങി പോകുന്നത് എനിക്ക് നോക്കി നിൽക്കേണ്ടി വന്നു. എന്റെ ഇഷ്ടം പുറംകാലം കൊണ്ട് തട്ടിയെറിഞ്ഞ അമ്മയോടുള്ള വാശി, സൗദാമിനിയോട് എനിക്ക് നീതി പുലർത്താൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള കുറ്റബോധം, അതാണ് എന്നെ ഈ കോലത്തിലെത്തിച്ചത്. അവരെ പിന്നെ അന്വേഷിച്ചില്ലേ? ഇന്നും അന്വേഷണം തുടരുകയാണ്. അമ്പട വേണുക്കുട്ടാ, നിന്റെ കാടി എന്തല്ലോ ഒടിക്കും. ആഹാ, എന്റെ മോളെ നിന്ന് എന്റെ അമ്മേ! അയ്യോ, പാറക്കുട്ടി ഞാനാണ്. അയ്യോ അയ്യോ, നിങ്ങളായിരുന്നോ? നിങ്ങൾ എന്തിനാ ഇവിടെ വന്നിരുന്നേ? ഞാൻ ആ വേണുക്കുട്ടനാണെന്ന് വെച്ചാ ഇത്രയും വലിയ അപ്പൊ ഞാനാണെങ്കിലും നീ അടിക്കുമായിരുന്നല്ലേ? നിങ്ങൾ ഇത് എവിടെ പോയിരുന്നു? വശീകരണ ഭസ്മം തന്ന സിദ്ധനെ ഞാൻ തലശ്ശേരി പോയി കണ്ടു. ആ, എന്നിട്ട് മറുവിദ്യ ചെയ്ത് ഒരു കലശത്തിലാക്കി തരും. അവൻ ആ കലശം മറികടന്ന അതോടെ ബന്ധം മുറിയും. അതിനു മുമ്പ് രാത്രിയിൽ ഇവൻ ഏത് വഴിയിലൂടെയൊക്കെ സഞ്ചരിക്കുന്നെന്ന് അറിയാനാ ഞാൻ ഇവിടെ വന്നിരുന്നത്. 2-3 ദിവസത്തിന് ഞാൻ കലക്കി കൈ തരാം. അതിനുമുമ്പ് നീ എന്റെ തല അടിച്ച് കളിക്കില്ലേ? 2-3 ദിവസം 3 ദിവസം പോയിട്ട് ഒരു നിമിഷം കാത്തിരിക്കാൻ പറ്റില്ല. ഇതിന് മറമരുന്ന് ഒന്നേ ഉള്ളൂ. എത്രയും വേഗം കൊച്ചുകൃഷ്ണനുമായിട്ടുള്ള കല്യാണം ഉറപ്പിക്കണം. അതിന് ബന്ധമൊന്നും മുറിച്ച് കിട്ടണ്ടേ? നേരെ ഒന്ന് വെളുത്തോട്ടെ. ഈ പാറക്കുട്ടിയുടെ ചോണ നിങ്ങൾ കണ്ടോ? വാ, എഴുന്നേറ്റ് വന്നേ. അയ്യോ, എന്റെ പുതപ്പ്. ആ, നിക്ക് 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 നിക്ക്. ആർക്കാ ഇത്? കൊച്ചുകൃഷ്ണൻ ചേട്ടനാ. ആ, ഇനിയിപ്പൊ ഇതൊന്നും നീ ചെയ്യണ്ട. അവന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഇവിടെ കാർത്തിയുണ്ട്. എന്താ ചുറ്റും ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ആ, ഇങ്ങനൊക്കെ പറഞ്ഞാലേ പറ്റൂ. പാവം പോലെ നിന്നാലേ ഞാനും എന്റെ മോളും ദേ വരയ്ക്കേണ്ടി വരും. കാർത്തികേ, എടി കാർത്തികേ! ഓ, ഈ പെണ്ണ് എവിടെ പോയി കിടക്കുന്നോ? എടുക്ക, പോത്ത് പോയി കിടന്നുറങ്ങിക്കോ. സൂര്യൻ ഉച്ചിലായി. ഈ ചായ നിന്റെ കൊച്ചുകൃഷ്ണൻ എനിക്ക് വയ്യമ്മേ. ഇത് ഒരൊറ്റ വീക്കൊച്ചതല്ലോ. പറയുന്ന അനുസരിച്ചാണോ? കൊണ്ടക്കൊട. നീ എന്തിനാണ് പുറപ്പാടാ? ഇന്ന് മുതൽ കാപ്പിയും ചായയും കാർത്തി കൊണ്ട് കൊടുക്കുന്നു കൊച്ചുകൃഷ്ണന്. അതിനിപ്പോ എന്താ? മോളെ, എന്റെ കുഞ്ഞിനെ ഞാൻ ഇന്ന് വരെ കരയിച്ചിട്ടില്ല, അറിയോ? കൊച്ചുകൃഷ്ണന്റെ കാര്യത്തിൽ എന്റെ കാർത്തിയുടെ കണ്ണ് തന്നെ ഞാനും സമ്മതിക്കില്ല. അവര് തമ്മിലുള്ള കല്യാണമേ നടക്കൂ. ആഹാ, അത് നിശ്ചയിക്കേണ്ടത് നീയാണോ? ആ, ഞാൻ നിശ്ചയിച്ചു. എനിക്ക് പെമ്പിള്ളാര് 3. 3 4 ശരി. കൊച്ചുകൃഷ്ണന്റെ കാര്യത്തിൽ നിങ്ങൾ വഴക്കുണ്ടാക്കണ്ട. അവന്റെ കാര്യം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നീ എന്തോന്നാ തീരുമാനിച്ചത്? ഓ, ഒരു തീരുമാനക്കാരി. കണ്ണേറ്റിങ്ങരയിലെ ഇളയ മോള് ഞാനാ. മൂത്ത ഏട്ടന്റെ മോനെ ഇളയ അനിയത്തിയുടെ മോളെ കെട്ടും. ഓ, അവളുടെ ഒരു ഓർഡർ. ആരെ കെട്ടണമെന്ന് പെണ്ണും ചെറുക്കനും തീരുമാനിച്ചോളും കേട്ടോ. തീരുമാനിക്കാനൊന്നുമില്ല. എന്റെ മോളുടെ കല്യാണമേ നടക്കൂ. നിർത്താനാ പറഞ്ഞത്. എല്ലാം ഞാൻ കേട്ടു. ഈ കണ്ണേറ്റിങ്കരയിൽ ഇതുവരെ ആരുടെ നാമത്തിനും പൊങ്ങിട്ടില്ല. എന്റെ കണ്ണറിയുന്നവരെ ഞാൻ അതിനെ സമ്മതിക്കില്ല. ഇവരെല്ലാം കൂടെ എന്റെ മിണ്ടരുത് നീ. എന്താ നിങ്ങളുടെയൊക്കെ ഭാവം? കൊച്ചുകൃഷ്ണൻ ആരെ കല്യാണം കഴിക്കണമെന്നുള്ള കാര്യം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എടാ വേണക്കുട്ടാ, ആ ജോത്സ്യനെ വിളിച്ച് അടുത്തുള്ള മുഹൂർത്തം നോക്കി കുറിച്ചോളാൻ പറയൂ. എന്താ ഈ തറവാട്ടിലെ ആദ്യത്തെ ചെറുമോള് രാധികയുടെ കഴുത്തിൽ കൊച്ചുകൃഷ്ണൻ മിന്നു കെട്ടും. ആ
എന്താ വിളിച്ചു വയ്ക്കുന്നത്? പറഞ്ഞത് കേട്ടില്ലേ? അങ്ങോട്ട് നടക്കൂ. എടി നീ തന്നെ കൊണ്ടുകൊടു, ഞങ്ങൾക്ക് വേണ്ടേ. എന്താ ഇത്ര വിളിക്കാനുള്ളത്? ഇവിടെ വാ. ഇവിടെ മാറി. എന്റെ ദൈവമേ, ഞാൻ അനുഭവിക്കണം. ഇനി ഇവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. വീട് പറ്റാൻ നോക്കാം. അയ്യോ കല്യാണ പാർട്ടി ഉറപ്പിച്ചോ? ഉറപ്പിച്ചു. എന്തുറപ്പിച്ച്? എന്താ 101 പവനാ ഉദ്ദേശിക്കുന്നത്. വേണ്ട പോലെ ചെയ്യാന്ന് മുത്തശ്ശി പറഞ്ഞിട്ട്. അതങ്ങനെ പെട്ടെന്ന് ഉറപ്പിക്കാനൊന്നും പറ്റത്തില്ല. അതിനകത്തൊക്കെ വേറെ പ്രസംഗമുണ്ട്. എന്ത് പ്രശ്നം? അല്ല ഈ കല്യാണം എന്നൊക്കെ കല്യാണോ? എടോ ഇത് കല്യാണ മണ്ഡപത്തിന്റെ കാര്യമായിരിക്കും. ഓ, അത് അത് ശരി. നേരത്തെ തന്നെ ശരിയാക്കിയാണല്ലോ. ഇനിയിപ്പോ സ്വർണ്ണ ഗോപുരത്തിന്റെ പണി മാത്രമേ ബാക്കിയുള്ളൂ. 101 പവൻ ചോദിച്ചെങ്കിലും 51 പവൻ തരാമെന്ന് മുത്തശ്ശി ഏറ്റിട്ടുണ്ട്. ദൈവത്തിന്റെ കാര്യമല്ലേ അല്ലേ? അവിടെ ഏതോ കല്യാണം നടക്കുക. അത് കഴിഞ്ഞിട്ട് ചെല്ലാൻ പറഞ്ഞു. അപ്പൊ ഇവര് അയ്യേ, അപ്പൊ ഇത് പിരിവ്. ഈ കൃഷിക്കാരെന്ന് പറയുമ്പോ അതിന്റെ ഒരു അന്തസ് വേറെ തന്നെയാ. അല്ലാതെ ഈ ദുബായ് അമേരിക്ക എന്ന് പറയുന്നത് വലിയ കാര്യമൊന്നുമില്ല. കുടുംബം നന്നായിരിക്കണം, അത്രേ ഉള്ളൂ. അത് തന്നെ ഞങ്ങളുടെയും പാരമ്പര്യം. അതാണ് സംഭവം. അത് നേരെ. നമസ്കാരം. നീ എവിടുന്ന് ഈ ഓടിക്കതച്ച്? അല്ല, എന്റെ പെങ്ങളെ പെണ്ണ് കാണാൻ വരുമ്പോ ഇതാണോ പയ്യൻ? അല്ലല്ല, പയ്യനിവിടെ. ഇതാണോ? അല്ലയാ, ഞാൻ പെണ്ണിന്റെ സഹോദരനാ. കൊച്ചീഷൻ. ഇവർക്ക് ചായ ഒന്നും കൊടുത്തില്ല. ഇപ്പൊ കൊണ്ടുവരാം. പെങ്ങളെ ഇപ്പൊ വരേ. വലിയ ഉത്സാഹക്കാരനാ. പൈലറ്റാ വിമാനത്തിലെ. പെണ്ണ് കാണാൻ വന്നപ്പോഴേ ഇങ്ങനെ നാണം തുടങ്ങിയാലേ കല്യാണത്തിന് എന്തായിരിക്കും സ്ഥിതി? ഇത്ര നേരമായിട്ട് ചായ ഒന്നും കൊടുത്തില്ലേ? കല്യാണത്തിനൊക്കെ അവന്റെ പാട്ടിന് പോകും. അതിന് ഗോപിയെ റെഡി ആവണ്ടേ? പേടിച്ചിരിക്കുക. എന്താ പെങ്ങളെ ഇത്? ഈ വക കാര്യങ്ങളൊക്കെ എന്തിനാ പേടിക്കുന്നത്? നിങ്ങൾ എന്ന് ചായ പലഹാരങ്ങളൊക്കെ എടുത്തു ചെല്ല്. നീ ഒന്നും പേടിക്കണ്ട, വെരി ഈസി. പറയാം. കൊണ്ടുകൊടു ചെല്ലി. ഇത് ചുഴലി. താക്കോൽ എടുത്തിട്ട് വാ. താക്കോൽ ഇവിടെ ഉണ്ട്. കിട്ടി. കയ്യിലോട്ട് വിടും. മുറുക്കി പിടിച്ചോ. പിടി. പിടിച്ചോ. മുറുക്കി പിടി. എന്നാലും എന്റെ ദൈവമേ, ആ സമയത്ത് തന്നെ ഇങ്ങനെ വന്നല്ലോ. കഷ്ടമായിപ്പോയി. ഇതിനു മുൻപ് ഇങ്ങനെ വരാറുണ്ടോ മോളെ? പേരുകേട്ട തറവാടാ കണിമംഗലം. ഇതുപോലൊരു ബന്ധം എനിക്ക് കിട്ടുവോ? അവൾ ആകെ അപ്സെറ്റ് അമ്മായി. പെങ്ങൾ വിഷമിക്കണ്ട. ഇതിനേക്കാൾ നല്ലൊരു ബന്ധം ഈ ആങ്ങള കൊണ്ട് തരും. മുത്തശ്ശി, ഗോപിക്ക് എന്താ കഴിക്കാൻ കൊടുക്കേണ്ടത്? എന്തെങ്കിലും ഫ്രൂട്ട്സ് ഐറ്റംസ്, മരുന്ന്? ഒന്നും വേണ്ട. ഹോമിയോയിൽ ഇതിന് നല്ലൊരു മരുന്നുണ്ട്. ശാലം കൂടെ കൊടുക്ക്. കുറച്ച് ദിവസം ഇവൾ ഞങ്ങളുടെ കൂടെ വന്ന് നിൽക്കട്ടെ. എന്താ? എന്തായി? പ്രശ്നമുണ്ട്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അസുഖമുള്ള കുട്ടിയല്ലേ. ഞാൻ പോയി അവരോടൊന്ന് സംസാരിച്ചാലോ? അത് ഞങ്ങളൊന്ന് സംസാരിച്ചു നോക്കാം. അസുഖം മാറുന്ന ചിലപ്പോ അവരുടെ മനസ്സ് മാറിയാലോ. അതൊന്നും വേണ്ട. കേട്ടോ അമ്മേ, നമ്മുടെ വടക്ക് വശത്തുള്ള ഒരേക്കർ തെങ്ങും തൊപ്പൂടെ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോ അവരങ്ങ് സമ്മതിച്ചു. അതെവിടുത്തെ? അല്ല, അതേതായാലും നന്നായി. മോള് കിടന്നോളൂ. കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് നടക്കുമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്തായി? അസുഖമാണെന്ന് അറിഞ്ഞിട്ടും ആ പെങ്കോന്തൻ കല്യാണത്തിന് സമ്മതിക്കുന്ന ആരറിഞ്ഞു? ഇനിയിപ്പൊ കുഷ്ഠരോഗിയാണെന്ന് പറഞ്ഞാലും അവൻ കെട്ടും. മുത്തശ്ശി പറഞ്ഞത് കേട്ടോ, കൊച്ചുകൃഷ്ണന്റെ കല്യാണവും ഗോപിയുടെ കല്യാണവും ഒരേ പന്തലിൽ വെച്ച് നടത്തണമെന്ന്. നന്നായിരിക്കും. ആ, എന്നാ അതിനുള്ള ഏർപ്പാടൊക്കെ ചെയ്യാൻ പറയാം. അയ്യോ, വെവ്വേറെ അല്ല, സെയിം കല്യാണം. എന്തായി കാണിക്കുന്നത്? നിന്റെ അടുത്ത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ, വെള്ളത്തിന്റെ അടുത്തോ തീ എടുത്തോ പോരുമെന്ന്. നീ എന്താ ഇവിടെ? ഞാൻ ആ കാര്യം പറഞ്ഞോണ്ടിരിക്കാന്ന് ചീറ്റപ്പ. പെങ്ങൾ എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു വെള്ളം കോരരുത്, തീ കോരരുതെന്നൊക്കെ. ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇഞ്ചക്ഷൻ കൊടുക്കുന്ന കാര്യം വരെ പറഞ്ഞോണ്ടിരിക്കായിരുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണോ ഇഞ്ചക്ഷൻ കൊടുക്കണോ എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം, മനസ്സിലായോ? അതിന് അവന്റെ വക ഒരു അഭിപ്രായം വേറെ. അകത്തേക്ക് പോ. അവിടെ ഇവിടെ വെള്ളം കോരാനും വിറകിട്ടാനൊക്കെ
നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മുകളിലോട്ട് കയറാനും വയ്യ, തിരിച്ചിറങ്ങാനും വയ്യ. തിരിച്ചിറങ്ങാനുള്ള മാർഗമാണ് ഇനി നമ്മൾ ആലോചിക്കേണ്ടത്. മൂകാംബിയയിൽ നിന്നും അമ്പോറ്റി ചിറ്റപ്പൻ മടങ്ങിയെത്തിയാൽ ഉടനെ കല്യാണത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങും. അതിനു മുമ്പേ ഗോപിയെ ഇവിടുന്ന് മാറ്റാൻ കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടും. എങ്ങനെ മാറ്റും? ഇരു ചെവി അറിയാതെ അവളെ വിളിച്ചോണ്ട് സ്ഥലം വിടാൻ നോക്ക്. നന്നായി. ചിറ്റപ്പന്റെ മകളെയും കൊണ്ട് കണ്ണേറ്റിങ്കരയിലെ കൊച്ചി കൃഷ്ണൻ ഒളിച്ചോടിയെന്ന് നാട്ടുകാർ പറയും. മാത്രമല്ല, എന്നെ കാണാതായാൽ രാധികയുടെ അച്ഛനും അമ്മയും തിരക്കിറങ്ങും. ചിറ്റപ്പൻ വെറുതെ ഇരിക്കൂ. മകളെ തിരക്കി അയാൾ ഉറങ്ങും. അതോടെ ഞാൻ കാരണം തറവാട് തകരും. എടാ തറവാടി, ഒരു കളിയും കൂടെ കളിച്ചു നോക്കാം. അത് നിന്റെ ഒടുക്കത്തെ കളിയായിരിക്കും. പറഞ്ഞു തൊലയ്ക്ക്. ഉഷ്ണം ഉഷ്ണേന ശാന്തി. ഒരിക്കൽ നമ്മൾ ഇറക്കിയ അതേ നമ്പർ നമ്മൾ തിരിച്ചു പ്രയോഗിക്കുന്നു. ഇന്നു മുതൽ ഗോപിക അമ്പോറ്റി ചിറ്റപ്പന്റെ മോളല്ല. നിനക്ക് ഭ്രാന്തി പിടിച്ചാൽ നിനക്ക് ഭ്രാന്ത് പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ പറയുന്നത്. അമ്പോറ്റി ചിറ്റപ്പൻ ഗോപികയുടെ അച്ഛനല്ല എന്ന് നമ്മൾ വരുത്തി തീർക്കുന്നു. എങ്ങനെ? ഗോപിയെ തിരക്കി മറ്റൊരച്ഛൻ തറവാട്ടി വരുന്നു. ഒക്കത്തില്ല സാറേ, പിടിച്ചാലേ വകുപ്പ് ആൾമാറാട്ടമാ. ജാമ്യം പോലും കിട്ടുകയല്ല. 3 കൊല്ലം അകത്താ. തന്നെയുമല്ല, ഈ തന്തയും തള്ളയും വേഷം കെട്ടി വരുന്നതൊക്കെ ഒരുപാട് സിനിമയിലും നാടകത്തിലും വന്നത് കാരണം ആളുകൾ എളുപ്പം കണ്ടുപിടിക്കും സാറേ. അതോർത്ത് പേടിക്കണ്ട. ആ തറവാട്ടിൽ ഇന്ന് വരെ ഒരു മനുഷ്യനും നാടകവും കണ്ടിട്ടില്ല, സിനിമയും കണ്ടിട്ടില്ല. അതെന്താ, അവിടെയുള്ള ആർക്കും കണ്ണും ചെവിയും കേൾക്കത്തില്ലയോ? ഞങ്ങളുടെ അമാവാസിയിലെ പൂനിലാവ് എന്ന നാടകത്തിൽ ഇതുപോലെ കുറെ അന്ധന്മാരുണ്ട്. അതിന്റെ ക്ലൈമാക്സ് ഒക്കെ അവിടെ നിൽക്കട്ടെ. ഞങ്ങൾ പറഞ്ഞ അച്ഛന്റെ കാര്യം നടക്കൂ. പ്രയാസമാണ്. ഇത് അന്തസ്സും അഭിമാനവും അച്ചടക്കമുള്ള ട്രൂപ്പാണ്. കാശ് കണ്ടാ കമിഴ്ന്ന് വീഴുന്നവരല്ല. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ആ മണികണ്ഠ തിയേറ്റേഴ്സിൽ ചെന്ന് 1000 2000 വീശി എത്ര അച്ഛനെ വേണമെങ്കിലും കിട്ടുമെന്ന്. അപ്പൊ അവന് ദൃശ്യയിൽ അച്ഛനെ തന്നെ വേണം. ഇപ്പൊ മനസ്സിലായോ? ദൃശ്യക്ക് അച്ഛനില്ലാന്ന്. വാ എഴുന്നേക്ക്. അല്ല, എന്നത്തേക്കാണ് അച്ഛനെ വേണ്ടി വരിക? അത് ഞങ്ങൾ മണികണ്ഠ തിയേറ്റേഴ്സിൽ ചെന്ന് പറഞ്ഞോളാം. വാ മണികണ്ഠയിൽ അച്ഛനേക്കാളും നല്ല അച്ഛനെ എവിടുന്ന് വരാം? ഞങ്ങൾ പറഞ്ഞ എല്ലാ ലക്ഷണങ്ങളും വേണം. ഓ, പ്രായത്തിനൊന്നും ഒരു വ്യത്യാസവും വരരുത്. ഒരു വ്യത്യാസം വരില്ല. സാറന്മാരിനി ഒന്നും പറയണ്ട. ആ കാശിങ്ങെടുത്ത് നിങ്ങൾ പറഞ്ഞ സമയത്ത് പറഞ്ഞ സ്ഥലത്ത് പറഞ്ഞ പോലെ അച്ഛനും കുട്ടിയും എത്തും. ഉഗ്രമായി അഭിനയിക്കും. മകളെ, മകളെ, എന്റെ മകളെ വിട്ടു തരാൻ വിടൂ. എന്റെ ഡാഡി ഇതാ. എക്സ്ക്യൂസ് മീ, അല്പം ലേറ്റ് ആയിപ്പോയി, ക്ഷമിക്കണം. ദൃശ്യകല. എന്റെ മകളെ നിഷ്കരണം തട്ടിക്കൊണ്ടുവന്ന കശ്മീരൻ ആര്? ഒരച്ഛന്റെ ആത്മനൊമ്പരത്തിന്റെ അഗ്നിയിൽ നീ വെന്തു നിരച്ചാമലാവും. ദുഷ്ട. അയ്യോ, അതിന്റെ കാര്യം നേരത്തെ പറഞ്ഞില്ലല്ലോ. അയ്യോ, ദൃശ്യകല തകപ്പനാരാണ് കാണിച്ചതാ. ചേട്ടാ, ഇതെന്റെ അച്ഛനാ. പൈസ വാങ്ങിയിട്ട് കൊണ്ടുപോകാൻ നേരിട്ടില്ലെങ്കിൽ കൊണ്ടുപോകുന്നെയും. ഇവളെ എന്റെ അടുത്തുനിന്ന് പിടിച്ചോണ്ട് പോകാൻ ആർക്കും അവകാശമില്ല. ഞാൻ വിട്ടുതരില്ല. ഇവളെന്റെ ഭാര്യയാണ്. ഒരുപാട് പ്രശ്നങ്ങളുടെ പുറത്തായി നിൽക്കുന്നത്. ഇനി ഞാൻ മുന്നും പിന്നും നോക്കില്ല. പൊയ്ക്കോ, പോകാൻ അടുക്കരുത്.